നമസ്കാരം. എല്ലാവർക്കും ആത്മീയത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഒക്ടോബർ 13 കന്നിമാസം 27 മുതൽ ഒക്ടോബർ 19 തുലാം മാസം 2 വരെയുള്ള ഈ ആഴ്ചയിലെ രാശിഫലമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചന്ദ്രാഷ്ടമം. ഈ ആഴ്ചയിൽ ചന്ദ്രാഷ്ടമം വരുന്ന നക്ഷത്രക്കാർ ശ്രദ്ധയോടെയും സമാധാനത്തോടെയും ക്ഷമയോടെയും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ ദിവസങ്ങളിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ നിങ്ങളുടെ നക്ഷത്രത്തിൽ ഒരു ദീപം തെളിയിക്കുക അല്ലെങ്കിൽ അർച്ചന നടത്തുക. ഇത് നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യും. ഏതൊക്കെ നക്ഷത്രങ്ങൾക്ക് ഏതൊക്കെ ദിവസങ്ങളിലാണ് ചന്ദ്രാഷ്ടമം എന്ന് നോക്കാം. ഒക്ടോബർ 13 തിങ്കളാഴ്ച അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ചന്ദ്രാഷ്ടമം. ഒക്ടോബർ 14 ചൊവ്വാഴ്ച തൃക്കേട്ട മൂലം നക്ഷത്രക്കാർക്ക് ചന്ദ്രാഷ്ടമം. ഒക്ടോബർ 15 ബുധനാഴ്ച മൂലം പൂരാടം നക്ഷത്രക്കാർക്ക് ചന്ദ്രാഷ്ടമം. ഒക്ടോബർ 16 വ്യാഴാഴ്ച പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ചന്ദ്രാഷ്ടമം. ഒക്ടോബർ 17 വെള്ളിയാഴ്ച ഉത്രാടം തിരുവോണം നക്ഷത്രക്കാർക്ക് ചന്ദ്രാഷ്ടമം. ഒക്ടോബർ 18 ശനിയാഴ്ച തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് ചന്ദ്രാഷ്ടമം. ഒക്ടോബർ 19 ഞായറാഴ്ച അവിട്ടം ചതയം നക്ഷത്രക്കാർക്ക് ചന്ദ്രാഷ്ടമം. അതിനാൽ അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം എന്നീ നക്ഷത്രക്കാർ ഈ ആഴ്ചയിൽ വളരെ ശ്രദ്ധാലുവായിരിക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് വളരെ വിശേഷമാണ്. ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിക്കുന്നവരും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരും അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷങ്ങൾ ആരംഭിക്കുന്നവരുമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം എന്നിവ നൽകുകയാണെങ്കിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇനി ഈ വാരത്തിലെ വിശദമായ രാശിഫലം നോക്കാം. മേടം രാശി. ശുഭകാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ആഴ്ചയാണിത്. കോപം അല്പം ഒഴിവാക്കുക. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അല്പം വൈകിയേക്കാം. കടം വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായേക്കും. ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ ആവശ്യമാണ്. ശിവനെ ആരാധിക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ നൽകും. കണ്ണാടി, ഇലക്ട്രിക്കൽ വസ്തുക്കൾ എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇടവം രാശി. വാഹനയോഗം ഉണ്ടാകും. പൂർവിക ദോഷങ്ങൾ അകന്നുപോകും. ആഭിചാരം പോലുള്ള ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടും. നിങ്ങളുടെ വീട്ടിൽ ഒരു ദൈവിക സാന്നിധ്യം ഉള്ളതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ആരെങ്കിലും നിങ്ങൾക്ക് ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇരുമ്പ് സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ഈ ആഴ്ച മറവി കൂടാൻ സാധ്യതയുണ്ട്. ഗണപതിയെ ആരാധിക്കുന്നത് ഉത്തമമായിരിക്കും. മിഥുനം രാശി. ചില വിഷയങ്ങളിൽ മറ്റുള്ളവർ നിങ്ങളെ മാറ്റി നിർത്താൻ സാധ്യതയുണ്ട്. അതിൽ വിഷമിക്കേണ്ട. അതും ഒരു നല്ലതിനായിരിക്കും. വായിലും വയറ്റിലും മുറിവുകളോ ഇൻഫെക്ഷനോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോപം അമിതമായി വരാം. അത് നിയന്ത്രിക്കേണ്ടതാണ്. ചിലവുകൾ വർദ്ധിക്കും. ചിലയിടങ്ങളിൽ സത്യം പറയാനാകാതെ മനസ്സിലൊതുക്കേണ്ടിയും വരും. ഈ ആഴ്ച ഹയഗ്രീവനെ ആരാധിക്കുന്നത് ഉത്തമമാണ്. സാമൂഹിക കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. കർക്കിടകം രാശി. രാഷ്ട്രീയത്തിൽ താൽപ്പര്യം വർദ്ധിക്കും. രാഷ്ട്രീയത്തിൽ പുതിയ തന്ത്രങ്ങൾ മെനയാൻ നല്ല സമയമാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണം. ലോകകാര്യങ്ങളിൽ ഇടപെടൽ വർദ്ധിക്കും. ആത്മാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ശക്തി പകരും. വയറുവേദന ഉണ്ടായേക്കാം. ആഹാരകാര്യത്തിൽ ശ്രദ്ധിക്കുക. ദൃഷ്ടിദോഷം സംബന്ധിച്ച കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. മുരുകനെ ആരാധിക്കുക. ഓർമ്മക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് ധാരാളം വെള്ളം കുടിക്കുക. ചിങ്ങം രാശി. ജീവിതത്തിൽ നിന്നും പുതിയ പാഠങ്ങൾ പഠിക്കാനുള്ള സമയമാണിത്. നിങ്ങളെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ, നിങ്ങളെ ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നവരെ തിരിച്ചറിയാൻ സാധിക്കും. ഈ ആഴ്ച മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുന്നത് കുറയ്ക്കുക. ബാങ്ക്, ലോൺ സംബന്ധമായ കാര്യങ്ങൾ വിജയകരമാകും. പ്രതീക്ഷിച്ച പണം വന്നു ചേരും. ഗണപതിയെ ആരാധിക്കുന്നത് വിശേഷ ഫലങ്ങൾ നൽകും. കന്നിരാശി. സമയോചിതമായി പെരുമാറേണ്ട സമയമാണിത്. ചർമ്മ സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. കടം വാങ്ങേണ്ട സാഹചര്യമുണ്ടാകാം. ശ്വാസം മുട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ വന്നുപോകും. അതിനാൽ തണുത്ത പാനീയങ്ങളും ഐസ്ക്രീമും ഒഴിവാക്കുക. ശിവനെ ആരാധിക്കുന്നത് നല്ലതാണ്. തൊഴിൽപരമായ കാര്യങ്ങൾ വികസിക്കും. വാഹനയോഗവും ഉണ്ടാകും. തുലാം രാശി. ബാങ്ക്, വാഹനം സംബന്ധമായ കാര്യങ്ങളിൽ അല്പം അലച്ചിലുണ്ടാകും. പണം, പദവി തുടങ്ങിയ കാര്യങ്ങളിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണിത്. ആവശ്യപ്പെട്ട സ്ഥലത്തു നിന്ന് പണം ലഭിക്കും. ചൂട് സംബന്ധമായ പ്രശ്നങ്ങൾ, മുടി കൊഴിച്ചിൽ എന്നിവ ഉണ്ടാകാം. ജലദോഷം വരാനും സാധ്യതയുണ്ട്. ചെറിയ പൊള്ളലുകൾ ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ അടുക്കളയിൽ ശ്രദ്ധിക്കുക. മാനസിക സമ്മർദ്ദം വന്നു പോകും. ശിവനെ ആരാധിക്കുന്നതും ധ്യാനിക്കുന്നതും ഈ ആഴ്ച നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യും. വൃശ്ചികം രാശി. പ്രതീക്ഷിച്ച കാര്യങ്ങൾ അവസാന നിമിഷം വിജയകരമാകും. നിങ്ങൾ തിരക്കുള്ളവരായി മാറാൻ സാധ്യതയുണ്ട്. കണക്കുകൂട്ടലുകളിൽ ചെറിയ പിഴവ് പറ്റിയോ എന്ന് തോന്നാം. എന്നാൽ പിന്നീടത് നല്ല രീതിയിൽ അവസാനിക്കും. യാത്രകൾ അനുകൂലമാകും. പണം കയ്യിൽ നിൽക്കാൻ പ്രയാസമാണ്. ബാങ്ക് ബാലൻസ്, വാഹനത്തിലെ ഇന്ധനം തുടങ്ങിയ കാര്യങ്ങൾ ഇടയ്ക്കിടെ പരിശോധിക്കുക. വിഷ്ണുവിനെ ആരാധിക്കുന്നത് ഐശ്വര്യം നൽകും. ധനുരാശി. ദീർഘനാളായുള്ള സംശയങ്ങൾക്ക് പരിഹാരമുണ്ടാകും.
നടക്കുമോ കിട്ടുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് നല്ല മറുപടി ലഭിക്കും. പണവരവ് തൃപ്തികരമായിരിക്കും. കണ്ണുകൾക്ക് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാം. ആഗ്രഹങ്ങൾ സഫലമാകും. മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം ജോലികൾ തനിയെ ചെയ്യേണ്ടി വരും. ദുർഗാദേവിയെ ആരാധിക്കുന്നത് ഉത്തമം. മകരം രാശി. ചിലർ നിങ്ങളെ തിടുക്കപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾക്ക് ദേഷ്യമുണ്ടാക്കിയേക്കാം. സമാധാനം തേടി പോകുന്നിടത്തും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതും നേരിടേണ്ടി വരും. ആഹാരകാര്യത്തിൽ ശ്രദ്ധിക്കുക. തൊണ്ടവേദന, ചുമ തുടങ്ങിയ തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ധാരാളം വെള്ളം കുടിക്കുക. യാത്രയിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ യോഗ്യതയും സ്ഥാനവും ഉയരുന്ന സമയമാണിത്. ഏകാഗ്രത ആവശ്യമാണ്. ആലോചിക്കാതെ സംസാരിക്കുന്നത് ഒഴിവാക്കുക. ശിവനെ ആരാധിക്കുന്നത് ഉത്തമമാണ്. കുംഭം രാശി. ഈ ആഴ്ച ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം. ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകരുത്. സ്ഥലത്തിനും സാഹചര്യത്തിനുമനുസരിച്ച് പെരുമാറാൻ പഠിക്കുക. സംസാരത്തിലും പ്രവൃത്തിയിലും ഉറച്ചു നിൽക്കുക. സംശയങ്ങൾ ഒഴിവാക്കി ധൈര്യമായിരിക്കുക. പണത്തിൻ്റെ കാര്യത്തിൽ ആരെയോ ആശ്രയിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യരുത്. ചിലവുകൾ അല്പം കൂടും. ബന്ധുക്കൾക്കിടയിൽ നല്ല പേര് നേടാൻ സാധിക്കും. നെഞ്ചുവേദനയോ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ഗണപതിയെ ആരാധിക്കുന്നത് വളരെ ഗുണം ചെയ്യും. മീനം രാശി. വാഹനയോഗമുണ്ടാകും. പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ നല്ല ആഴ്ചയാണ്. അലച്ചിൽ വർദ്ധിക്കും. കണ്ണുവേദന, വായിലെ വ്രണങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. നാക്ക് സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. ഈ ആഴ്ച തർക്കങ്ങൾ ഒഴിവാക്കുക. പെട്ടെന്നുള്ള യാത്രകൾ ആവശ്യമായി വരും. സ്ഥലമാറ്റത്തിന് സാധ്യതയുണ്ട്. കാര്യങ്ങൾ ചെയ്യാൻ തിടുക്കം കാണിക്കരുത്. ചില കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് നല്ല ഫലം നൽകും. ഗണപതിയെ ആരാധിക്കുന്നത് വിജയം നൽകും. ഈ ആഴ്ച എല്ലാ 12 രാശിക്കാർക്കും ശുഭകരമായിരിക്കാൻ എല്ലാ ദിവസവും നിങ്ങളുടെ കുലദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുക. ദീപാവലി പ്രമാണിച്ച് നിങ്ങളുടെ കുടുംബവുമായി ബന്ധമില്ലാത്ത, നിങ്ങൾക്ക് അറിയാത്ത ഒരാൾക്ക് വസ്ത്രമോ മധുരമോ വാങ്ങി നൽകുക. അതുപോലെ നിങ്ങളുടെ ജോലിക്കാർക്കും നിങ്ങളെ സഹായിക്കുന്നവർക്കും വസ്ത്രങ്ങളോ പടക്കങ്ങളോ മധുരമോ ഒക്കെ വാങ്ങി നൽകാവുന്നതാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും നമ്മളെ സേവിക്കുന്നവരെ തൃപ്തിപ്പെടുത്തിയും ഈ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ചിലവഴിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും പ്രകാശപൂരിതമായിരിക്കും. എല്ലാവർക്കും മുൻകൂട്ടി ദീപാവലി ആശംസകൾ നേരുന്നു. ആദ്യമായി ചാനൽ കാണുന്നവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ദീപാവലി വിശേഷങ്ങളുമായി കാണാം. നന്ദി.